എൻ്റെ പേര് ലിസി. ഞാൻ നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ആദ്യമേ തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നന്ദി പറയുന്നു. ഒന്നാമത്തെ സാക്ഷ്യം, ഞാൻ ഉടമ്പടി എടുത്ത് 13-ാം ദിവസം സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ട് എനിക്ക് വന്നു. അപ്പം എന്നെ സഹായിക്കാനായിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് 13-ാം ദിവസം ആയതുകൊണ്ട് ഞാൻ എല്ലാവരും വരണത് പോലെ ഞാൻ ഇവിടെ വന്നു. ഉടമ്പടി എടുക്കണം എന്നുള്ള ഒരു ഐഡിയ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായില്ല. മാതാവിനെ ഒന്ന് കണ്ട് പ്രാർത്ഥിക്കണം. കാരണം കുറച്ച് നാളുകളായി ഞാൻ മാതാവിനെ പറ്റി കേൾക്കണു, യൂട്യൂബിൽ കൂടെയും മറ്റുള്ളവർ പറഞ്ഞൊക്കെ. അപ്പോൾ എങ്ങനെയായാലും ഇവിടെ ഒന്ന് വന്ന് മാതാവിനെ ഒന്ന് കാണണമെന്ന് ഞാൻ ആലോചിച്ചുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നി. ഞാൻ ഉടമ്പടി എടുത്തു. പ്രത്യേകിച്ച് നിയോഗങ്ങളെന്ന് പറയാൻ എനിക്ക് പ്രത്യേകിച്ചൊന്നും എഴുതാനുണ്ടായില്ല. എങ്കിലും ഞാൻ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. പിന്നീട് എനിക്ക് ഈ ഉടമ്പടി എടുത്തിട്ട് 10-ാം ദിവസം ആയപ്പോഴേക്കും എൻ്റെ വീട്ടിൽ ബാങ്കുകാർ അന്വേഷിച്ച് വന്നേക്കണു. അപ്പം ഞാൻ പുറത്തായിരുന്നു. നാട്ടിൽ വന്ന സമയത്താണ്. നാട്ടിൽ വന്നിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കൃപാസനത്തിൽ തന്നെ വരണത്. അതുവരെ എനിക്ക് വരാൻ പറ്റില്ല. ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കുവൈറ്റിലാണ് നൈസായിട്ട് ജോലി ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ വന്ന് എങ്ങനെയെങ്കിലും ഈ മാതാവിനെ ഒന്ന് കാണണം. അത്ര എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ബാങ്കുകാർ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ ചേട്ടൻ ലോൺ എടുത്തിട്ടുണ്ട്, അതിൻ്റെ മുടക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ബാങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ബാങ്കിലുണ്ടായിരുന്ന തുക മുഴുവനും ഞാൻ പിൻവലിച്ചു. അപ്പോൾ ഇവർക്ക് ബാങ്ക് ആയിട്ടാണ് ഇവർ പൈസ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അവർക്ക് കിട്ടാതെ ആയപ്പോഴാണ് അവർ വീട്ടിൽ അന്വേഷിച്ച് വന്നത്. അപ്പോൾ ചേട്ടനുണ്ടായില്ല, ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെ ലോൺ എടുക്കാനുള്ള ബാധ്യതകളൊന്നും ഞങ്ങൾക്കില്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ തെളിവ് സഹിതം കാണിച്ചു. ഞാനപ്പോൾ അയാളോട് ഞാൻ പറഞ്ഞു, എനിക്ക് ബാങ്ക് മാനേജറായിട്ട് കോൺടാക്ട് ചെയ്യണം, എനിക്ക് വിളിച്ച് തരാൻ പറഞ്ഞു. അങ്ങനെ ബാങ്ക് മാനേജറെ വിളിച്ചു തന്നു. ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു. എന്നെ പോലെ ലോൺ എടുത്തിട്ടുണ്ട്, പകുതി കുറച്ച് അടച്ചിട്ടുണ്ട്, ബാക്കിയുള്ള പൈസ അടയ്ക്കാനുണ്ട്. ഇപ്പോൾ 2-3 ഗഡുക്കളായിട്ട് മുടങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വരാൻ കാത്തിരുന്നു. ഞാൻ ഹസ്ബൻഡ് വന്ന് ചോദിച്ചപ്പോൾ പുള്ളി അത് സമ്മതിച്ചു. എനിക്കൊരു അബദ്ധത്തിൽ പറ്റിയതാണ്, ആ ലോൺ ഞാൻ എടുത്തു പോയി. പക്ഷേ ആ സമയത്ത് എൻ്റെ അക്കൗണ്ടിൽ ഒരു 3 ലക്ഷത്തോളം രൂപ കിടക്കുമ്പോഴാണ് ഈ പുള്ളി ലോൺ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ബാങ്കുകാരെ ഞാൻ വിളിച്ച് ചോദിച്ചത്, ബാങ്ക് മാനേജറെ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ അയാൾ എവിഡൻസ് സഹിതം എന്നെ കാണിച്ചു തന്നപ്പോൾ എനിക്കത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഹസ്ബൻഡ് വന്ന് ചോദിച്ചു, പുള്ളിക്കാരൻ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് എന്താ പറയുക, എൻ്റെ കൺട്രോളൊക്കെ വിട്ടുപോയി. ആകെ കരച്ചിലും ബഹളവും. കൃപാസന മാതാവിൽ ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ ഈ ബാങ്കുകാർ വന്നപ്പോൾ. ഞാൻ വേഗം മാതാവിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഈ ചെറിയ ഫോട്ടോ. അത് ഞാൻ എടുത്ത് വേഗം കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു. ഞാൻ ഒരു പൈസ കടമില്ലാതെ ഞാൻ വന്നതാണ്. ഇപ്പം എനിക്ക് കടങ്ങളായിട്ട് വരികയാണല്ലോ മാതാവ്, ഞാൻ എന്താ ചെയ്യുക, എനിക്കൊരു വഴി കാണിച്ചു തന്നു പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ അപ്പോഴേക്കും ഞാൻ ഭർത്താവുമായിട്ട് ഞാൻ അന്നത്തെ ദിവസം തല്ലി പിടിച്ച് പുള്ളി ഒന്നും മിണ്ടൂല, ഒക്കെ മിണ്ടാതിരിക്കുള്ളൂ. പക്ഷേ എനിക്ക് ഈ കടം മരിച്ചു വെച്ചിട്ടുള്ള ദേഷ്യം പുള്ളിയോട് ഞാൻ തീർത്ത് ഇതൊക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിറ്റേ ദിവസം മാതാവിനോട് ഇങ്ങനെ പറഞ്ഞ്, എനിക്കിങ്ങനെ എന്താ വന്നത്, ഞാൻ ഉടമ്പടി എടുത്ത് വന്ന മോളല്ലേ, എനിക്ക് എന്തെങ്ങനെ വന്നതെന്ന് ഞാൻ ചോദിച്ചു മാതാവിനോട്. പിറ്റേ ദിവസം 3-ാമത്തെ ദിവസം, അത് വന്നത് 13-ാമത്തെ ദിവസം, ഞാൻ മൊബൈലൊന്നും നോക്കാറേ ഇല്ല. അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ മാതാവിൻ്റെ അച്ഛൻ്റെ ടോക്കൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ ഈ ആകെ ഡിമായതുകൊണ്ട് ഞാൻ ഒന്നും കേൾക്കാറില്ലായിരുന്നു. പിന്നെ 13-ാമത്തെ ദിവസം ഞാൻ വെറുതെ 11-11:30 ആയപ്പോൾ ഞാൻ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ അതിലൊരു മെസ്സേജ് കിടക്കണം. എൻ്റെ കുവൈറ്റിലുണ്ടായിരുന്ന ഒരു മേഡം, എനിക്ക് അവിടെ നിന്ന് മേഡം ഒരു 150 ദിനാറ്, നമ്മുടെ ഇവിടുത്തെ ഒരു 37,000 രൂപ. ഞാൻ ആ മേഡം ആയിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഞാൻ വിളിച്ചിട്ടുമില്ല, ഞാൻ അവരോട് എൻ്റെ വിഷമം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പൈസ ഞാൻ മാതാവിനോട് തലേൻ്റെ തലേദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് എന്താ ഇങ്ങനെ പറ്റിയത്, ഞാൻ ഉടമ്പടി എടുത്തോളല്ലേ, എന്നെ എങ്ങനെ വിഷമിപ്പിക്കണേന്ന് ചോദിച്ചതിന് ഉത്തരമായിട്ട് 13-ാമത്തെ ദിവസം എനിക്ക് ഈ അക്കൗണ്ടിൽ ഈ പൈസ വന്ന് കിടക്കണം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞ്. ഞാൻ മാതാവിനോട് ഞാൻ പറയാണ്, എല്ലാവരും സാക്ഷ്യം പറയുന്നുണ്ട് ഓരോ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അനുഗ്രഹം കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. കാരണം അത്രയ്ക്കധികം പ്രാർത്ഥനയുണ്ട്, പക്ഷേ എൻ്റെ വിശ്വാസം പതറിപ്പോണ വിശ്വാസമാണ്. എന്നാലും ഞാൻ ഈ ഒരു അനുഗ്രഹം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ആ ഒരു സമയത്ത് മാതാവ് ഇടപെട്ട് അത്രയും പൈസ തന്ന് എന്നെ സഹായിച്ച് ആ ഒരു കടത്തിൽ നിന്ന് എന്നെ കുറച്ചൊക്കെ സോൾവ് ചെയ്യാൻ എന്നെ സാധിച്ചു.
പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം, എൻ്റെ ഭർത്താവിന് ഞാനിപ്പോൾ ഈ പൈസ ഇങ്ങനെ അയച്ചു കൊടുക്കണ അക്കൗണ്ടിൽ എപ്പോഴും പൈസ ഉണ്ടാവും. അത് കാരണം പുള്ളിക്കാരൻ ഈ ജോലിക്ക് ഇങ്ങനെ ഇലക്ട്രീഷ്യൻ, ലൈസൻസുള്ള ഇലക്ട്രീഷ്യനാണ്. ജോലിക്കൊന്നും അങ്ങനെ പോകും, ഇടയ്ക്കൊക്കെ പോകും. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഞാൻ വിസ ക്യാൻസൽ ചെയ്താണ് വന്നത്. അപ്പോൾ അതിന് ശേഷം ഈ പുള്ളിക്കാരൻ കുറച്ച് നാൾ ജോലിക്ക് പോകാതിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി വെച്ചു എൻ്റെ ഭർത്താവിന് സ്ഥിരമായിട്ട് ജോലി ഉണ്ടാകുന്നതിനും പുതിയ പുതിയ വർക്കുകൾ കിട്ടുന്നതിനും വേണ്ടിയിട്ട്. അങ്ങനെ ഉടമ്പടി വെച്ച് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ പുള്ളിക്കാരൻ. അപ്പോൾ ആ വർക്കില്ലാത്തതുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നത് ഉടമ്പടി എടുക്കാനൊക്കെ എനിക്ക് കൂട്ടുവന്നത്. അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും കോള് വരൽ, വർക്ക് വരൽ, പുതിയ പുതിയ വർക്ക് വരൽ. ഇപ്പം നിന്ന് പറയുക നിന്ന് തിരിയാൻ. ഞായറാഴ്ച വരെ പോകാൻ പറ്റിയെങ്കിൽ പുള്ളി പോയേനെ, പക്ഷേ ഞായറാഴ്ച പോകാൻ പറ്റില്ല, അതുകൊണ്ട് പോണില്ല. ബാക്കി എല്ലാ ദിവസവും നിന്ന് തിരിയാൻ സമയമില്ലാതെ ഇപ്പം ജോലിയുണ്ട്. മാതാവ് അതും ആ നിയോഗവും എനിക്ക് സാധിച്ചു തന്നു. പിന്നെ ഉള്ളത് എൻ്റെ മോള്, അവൾ BDS ആണ്. BDS ഇപ്പോൾ കഴിഞ്ഞു. അവൾ ഓരോ എക്സാം ടൈമിലും ഞങ്ങളെ വിളിച്ച് കരയും, മമ്മി എക്സാം ഭയങ്കര ടഫാണ്, പഠിച്ചിട്ടൊന്നും കയറണില്ല. അപ്പോഴും ഞങ്ങൾ ആശ്വസിപ്പിക്കും. അന്ന് ഞാൻ ഫസ്റ്റ് ഇയറും തേർഡ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒന്നും ഞാൻ കൃപാസന മാതാവിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നുമില്ല. മാതാവിന് ഞാൻ എപ്പോഴും ആദ്യമേ തുടങ്ങി എനിക്ക് വിശ്വാസമാണ് മാതാവിൽ. എന്നെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ മാതാവുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ 4th ഇയർ ആയപ്പോൾ കൊച്ചിന് സബ്ജക്റ്റൊക്കെ കൂടുതൽ സബ്ജക്റ്റ് ഉണ്ട്, അത് പഠിച്ചെടുക്കാൻ പറ്റണില്ല. എല്ലാം കൊണ്ടും കൊച്ച് ഭയങ്കര കരച്ചിലുമായി. പിന്നെ ഞാൻ പറഞ്ഞു, മാതാവ് കൂടെ ഉണ്ടല്ലോ, നമ്മുടെ കൂടെ മാതാവുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചോളാം. മോൾ അവിടെ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് എക്സാമിന് പോയിക്കോ എന്ന് പറഞ്ഞ് അവൾ എക്സാം തുടങ്ങണ ആ സമയം തുടങ്ങി എക്സാം തീരണ സമയം വരെ ഞാനും എൻ്റെ ഹസ്ബൻഡും വിശ്വാസ പ്രമാണം എത്രമാത്രം ചെല്ലാൻ പറ്റാമോ അത്രയും വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ ഈ എത്രയും എക്സാം 8 സബ്ജക്റ്റും 8 എക്സാമും അതുപോലെ തന്നെ ഞങ്ങൾ നിവർത്തിച്ചു. പക്ഷേ എന്നിട്ടും കൊച്ച് പറയണത് പാസ്സാകാനുള്ള മാർക്കൊന്നുമില്ല, ഭയങ്കര ടഫാണ്. അങ്ങനെ ആ ഓരോ ദിവസം കേൾക്കുമ്പോഴും ഞങ്ങൾ പറയും, മാതാവ് കൂടെയുണ്ട്, പിന്നെ എന്തിനാ പേടിക്കണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആശ്വസിപ്പിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എൻ്റെ മോള് പാസ്സായി. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറഞ്ഞാലും തീരില്ല. എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന ഓരോ മക്കളോടും നമ്മൾ 1, 2, 3 ഉടമ്പടി പുതുക്കിയിട്ട് നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പതറിപ്പോകരുത്. കാരണം പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ, അതിനാണ് 1ാം സ്ഥാനം കൊടുക്കേണ്ടത്. കാരണം എത്രയോ പാവപ്പെട്ട മക്കൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് അറിയാമോ, ഓരോ കുടുംബങ്ങളും. ഞാൻ മാതാവിനോട് എനിക്ക് മാതാവിനോട് എന്തെങ്കിലും ചോദിക്കാൻ പേടിയാണ്. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ 2 ദിവസം ആകുമ്പോഴേക്കും എനിക്കത് സാധിച്ചു തരികയാണ്. കാരണം ഇപ്പം ഞാൻ ഈ ജോലി ചെയ്തിരുന്ന സമയത്തൊന്നും ദശാംശം കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം എനിക്ക് ഇപ്പം തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഈ ഉടമ്പടികളൊക്കെ പുതുക്കി കഴിഞ്ഞപ്പോൾ എല്ലാവരും സാക്ഷ്യം പറയണം, എനിക്ക് മാത്രം സാക്ഷ്യം പറയാൻ പറ്റണില്ല, എനിക്ക് അനുഗ്രഹങ്ങളൊന്നും കിട്ടണില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങനെ വിഷമിച്ച് മാതാവിനോട് പറഞ്ഞു, എനിക്കൊണ്ട് പറ്റാവുന്നത് പോലെ വിധവയുടെ ചെമ്പ് നാണയം പോലെ എൻ്റെ കയ്യിൽ അതൊക്കെ ഉള്ളൂ ഇപ്പം. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് എനിക്ക് ആരെങ്കിലും സഹായിക്കാൻ പറ്റിയെങ്കിൽ എനിക്ക് അങ്ങനെയുള്ളവരെ കാണിച്ചു തയ്യാ മാതാവേ. കാരണം ഇവിടെ ഓരോരുത്തർ ഓർഫനേജിൽ പോയി സഹായിക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനും ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് പോവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പം മാതാവ് ഇടപെട്ട് എനിക്കൊരു നിർധന കുടുംബം വെച്ചാൽ 4 പേര്, അപ്പനും അമ്മയും 2 മക്കളും, 4 പേരും രോഗികളെന്ന് പറഞ്ഞാൽ അവർക്ക് 5 പൈസയുടെ വരുമാനമില്ലാത്ത രോഗികൾ. എനിക്കത് എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം ഞാൻ ഇവരെയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കി. അവിടെ ചെന്ന് ഞാൻ എന്നെക്കൊണ്ട് കഴിയാവുന്ന വിധം കുറച്ച് സാധനങ്ങൾ ഞാൻ ആ മക്കൾക്ക് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ പട്ടിണി മാറ്റാനായിട്ട് ഞാൻ അവിടേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അത് 2 ദിവസമായിട്ടുള്ളൂ. മാതാവിനോട് പറഞ്ഞ് 2 ദിവസം ആയപ്പോഴേക്കും അത് ഓരോ കാര്യങ്ങളും ഞാനിപ്പോൾ ഇങ്ങനെ ഓർക്കുകയാണ്. മാതാവിനോട് എന്ത് ചോദിച്ചാലും ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ കാര്യങ്ങൾ നടത്തി തരുന്നുണ്ട് എനിക്ക് മാതാവ്. അപ്പോൾ ആരും വിഷമിക്കുക, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ വൈകിയാലും നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുക, പ്രേക്ഷിത വേല ചെയ്യുക. ഈ പത്രം കൊടുക്കാൻ ഞാൻ നാണിച്ചു പോയിട്ടുണ്ട്. ഞാൻ ആദ്യം പത്രം കൊണ്ടുപോയി പള്ളിയിൽ ഫ്രണ്ടിൽ ബെഞ്ചുമ്മ കൊണ്ടുവന്ന് വെക്കും വിതരണം ചെയ്യാൻ. കാരണം ഞാനൊരു നേഴ്സാണ്, എനിക്ക് നടന്ന് പത്രം വിതരണം ചെയ്യാനൊരു എന്നെ അറിയാവുന്നവർക്ക് ഞാൻ ചോദിക്കും, ഇവൾക്ക് എന്താ ഇതെന്നൊക്കെ ചോദിക്കില്ല. അത് ആ ഒരു കോംപ്ലക്സ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ പറഞ്ഞു, ഇവിടെ
പത്രം കൊണ്ടുവന്ന് ആരും പള്ളിയുടെ മുന്നിൽ കെട്ടുകളാക്കി വെക്കരുത്. അത് നിങ്ങൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി, അല്ലെങ്കിൽ സ്വർഗസ്ഥനായോ നന്മ നിറഞ്ഞോ ചൊല്ലി നിങ്ങൾ തന്നെ അത് ഓരോരുത്തർക്കെങ്കിലും വിശ്വാസത്തോടു കൂടി കൊടുക്കുമ്പോൾ ആ മക്കളിലേക്ക് നമ്മളുടെ വിശ്വാസം അവരിലേക്ക് കടന്നു ചെല്ലും. അത് മാതാവ് വഴി, ഈശോ വഴി കടന്നു ചെല്ലുമ്പോൾ അവരുടെ കുടുംബങ്ങൾ രക്ഷപ്പെടും. അതിനു വേണ്ടിയാണ് ഇപ്പം ഞാൻ കൂടുതൽ പത്രങ്ങൾ മേടിച്ച് ഞാനിപ്പോൾ വിതരണം ചെയ്യാൻ എനിക്ക് ഒരു നാണവുമില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും റോട്ടി കോടി എല്ലായിടത്തോടും ഞാൻ നടന്ന് കാണുന്നവർക്ക് മുഴുവൻ ഞാൻ പത്രം കൊടുക്കുകയാണ്. അപ്പോൾ അത് ആ നാണൊക്കെ എനിക്ക് മാതാവ് മാറ്റി തന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും മനുഷ്യർ, പാവപ്പെട്ടവർ, ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു വസ്ത്രം എന്തെങ്കിലും കൊടുത്ത് നിങ്ങൾ ചെയ്തു നോക്കി, ഇഷ്ടം പോലെ അനുഗ്രഹങ്ങൾ മാതാവ് തരും. അത് ഞാൻ 100% എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ്. ആരും വിഷമിക്കേണ്ട. മാതാവിനോട് പറഞ്ഞ് ഈശോയിൽ നിന്ന് ആ അനുഗ്രഹം മാതാവ് തന്നെ വാങ്ങിച്ചു തരും നമുക്ക്. അതുകൊണ്ട് ആരും നിരാശപ്പെടേണ്ട. ദൈവത്തിന് നന്ദി, ഈശോയ്ക്കും അമ്മയ്ക്കും കൊടാനുകൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.